ഇലക്ടറൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായ ദിവസമാണ് ഇന്ന്. ഇലക്ടറൽ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം സുപ്രീം കോടതി റദ്ദാക്കി. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് ബോണ്ടെന്നും കോടതി കണ്ടെത്തി. അഞ്ചംഗ ബെഞ്ച് രണ്ടു വിധി എഴുതിയെങ്കിലും രണ്ടും ബോണ്ട് റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ പ്രതികരിച്ചു. The Supreme Court has struck down the electoral bond scheme, comprehensively struck it down, and all the provisions that were made to bring it into effect in the Income Tax Act, in the Companies Act, etc., everything has been struck down. The State Bank of India to furnish complete information about who purchased the bonds, who encashed the bonds, and all this information will have to be submitted to the Election Commission, who will have to display it on a public website so that the people come to know who purchased the bonds and who contributed by way of electoral bonds to which political party. ഇലക്ടറൽ ബോണ്ടിനെതിരായ സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് CPIM. വിധി ചരിത്രപരമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. This is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic that what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds. So we are satisfied that our petition has been upheld by the court along with others, and that this will have a long-standing impact on the steps to be taken. So that route has also been stopped, and that is also a welcome measure. So we think overall this has been a historic verdict by the Supreme Court bench. ഇലക്ടറൽ ബോണ്ടിനെതിരെ നിയമ പോരാട്ടം നടത്തിയത് CPIM ആണെന്നും പാർട്ടി CPIM നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞുവെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതി നയങ്ങളുടെ മറ്റൊരു തെളിവാണ് ഇലക്ടറൽ ബോണ്ട് നൽകാനുള്ള തീരുമാനമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. കൈക്കൂലിയും കമ്മീഷനും വാങ്ങുന്നതിനുള്ള മാധ്യമമായി BJP ഇലക്ടറൽ ബോണ്ടുകൾ ഉപയോഗിച്ചുവെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഇലക്ടറൽ ബോണ്ടുകൾ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയായിരുന്നല്ലോ കോടതി ചെയ്തത്. ഇതിൽ ഈ വിവരാവകാശ നിയമത്തിന് ലംഘനമുണ്ട്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വിധിയിൽ പരാമർശിക്കുന്നത്? ഇത് കേന്ദ്ര സർക്കാരിന് പ്രകടമായും ഒരു കനത്ത ആഘാതമല്ലേ? സുപ്രീം കോടതി ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടും നടപടിക്രമവുമായി ബന്ധപ്പെട്ടും ഒരു വിധത്തിലുള്ള മുൻവിധിയോടും കൂടിയല്ല സുപ്രീം കോടതി ഈ വിഷയത്തെ സമീപിച്ചത്. ലെജിസ്ലേച്ചർ ഓൾവേസ് റൈറ്റ് എന്ന തത്വം അനുസരിച്ചുകൊണ്ട് ഉള്ള പരിശോധനയാണ് കോടതി നടത്തിയിരിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോഴും ഭരണഘടനാപരമായിട്ടുള്ള സാധുത ഈ നിയമം അഥവാ ഈ നടപടി അത് അർഹിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് അടിസ്ഥാനമായിട്ട് മാറ്റം വരുത്തിയിട്ടുള്ള കമ്പനി നിയമം അടക്കമുള്ള കാര്യങ്ങൾ അഥവാ റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവ, കോൺട്രാക്ട് ആക്ടിലെ ഭാഗങ്ങൾ, ഇവയെല്ലാം അടക്കമുള്ളവ സാധാരണഗതിയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു നിയമനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളതല്ല. ഒപ്പം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളായി മാറുന്നു. പൗരന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവകാശം അഥവാ വോട്ടറിന്റെ ഏറ്റവും വിലപ്പെട്ട അവകാശം, അറിയാനുള്ള അവകാശം, അത് സംരക്ഷിക്കാൻ പോലും ഈ നിയമം പരാജയപ്പെട്ടിരിക്കുന്നു, ഈ നടപടിക്രമം പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജനാധിപത്യത്തെ അസന്തുഷ്ടിപ്പെടുത്തുന്ന ഈ നടപടിക്രമങ്ങൾ, അതാണ് ഈ ഇലക്ടറൽ ബോണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. പൗരന് വിവരങ്ങൾ അറിയാനായിട്ടുള്ള അവകാശമുണ്ട്. കള്ളപ്പണം അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള സ്വകാര്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ നിഷേധിക്കാൻ, അറിയേണ്ട വിവരങ്ങൾ നിഷേധിക്കാനായിട്ടുള്ള അവകാശം ഭരണകൂടത്തിന് ഇല്ല. അതിനു വേണ്ടിയിട്ടുള്ള രാധാകൃഷ്ണൻ, അതായത് കള്ളപ്പണം തടയാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ എന്ന പേരിൽ വിവരാവകാശത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്ന സുപ്രധാനമായ ഒരു തീരുമാനം പറഞ്ഞുകൊണ്ടാണ് ഇലക്ടറൽ ബോണ്ടുകൾ നിലനിൽക്കില്ല എന്ന് കോടതി വിധിച്ചത്, അല്ലേ? തീർച്ചയായിട്ടുമാണ് ഗോപി. വിവരാവകാശത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഗോപിക്കറിയാവുന്ന പോലെ ഈ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ പരിധിയിൽ വരണമോ വേണ്ടയോ എന്ന വിഷയം സുപ്രീം കോടതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ഭരണഘടന ആ വിഷയം പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കേസിലുള്ള നിലപാടെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സുതാര്യമായിരിക്കണം. പണം അവർക്ക് നൽകുന്നവർ, ആ പാർട്ടി
പാർട്ടിയുടെ അടക്കം സ്വാധീന ശക്തികളായിട്ട് മാറരുത്, ആർക്കാണ് പണം നൽകിയത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് തുടങ്ങിയിട്ടുള്ളവയാണ് സുപ്രീം കോടതി. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് എന്തായിരുന്നു? അതായത് അനോണിമിറ്റി, ആരാണ് പണം നൽകിയത് എന്ന കാര്യത്തിൽ ഈ അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലപാട് കേന്ദ്ര സർക്കാരും കാര്യങ്ങൾ സുതാര്യമായിരിക്കണമെന്നൊരു ഒരു നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചു. അങ്ങനെ ഇതേ വിഷയത്തിൽ രണ്ട് തട്ടിൽ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഗോപി. മാത്രമല്ല റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഈ നിയമത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അഥവാ ഈ നടപടിക്രമത്തിന് അനുകൂലമായിട്ടുള്ള സമീപനമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ ഇതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം എന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് വിവരങ്ങൾ നൽകുന്നില്ല, വന്ന സോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ സംഭരിക്കുന്നില്ല, ആ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നില്ല. അങ്ങനെ വരുമ്പോഴും ഇത് കള്ളപ്പണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതിനെയാണ് സുപ്രീം കോടതി ഇന്ന് രൂക്ഷമായ ഭാഷയിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിരിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് ഇറക്കിയ SBIക്ക് ഇക്കാര്യത്തിൽ എന്ത് നിർദ്ദേശമാണ് കോടതി നൽകിയത്? ഇലക്ട്രൽ ബോണ്ടുകൾ കാലാവധി കഴിഞ്ഞവയുടെ പണം തിരികെ അതാത് ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കണമെന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ടോ? 6 മാസ കാലയളവിലുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൈവശം ഇനി എൻകാഷ് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ അത് മടക്കി നൽകണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇങ്ങനെ മടക്കി നൽകുന്ന ബോണ്ടുകൾ അത് ആരാണ് നൽകിയത്, അതിന് പണം നൽകിയത് ആരാണ്, അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ആ തുക മടക്കി നൽകണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, നൽകിയ പണം, രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയ പണം, ബോണ്ട് എത്ര ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേക വെബ്സൈറ്റിൽ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട വിവരം നൽകണം. അതനുസരിച്ച് മാർച്ച് 13 മുൻപ് ഇത് പ്രസിദ്ധീകരിക്കണം എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ നിന്ന് സുപ്രധാനമായ സുപ്രീം കോടതിയുടെ ഈ വിധിയുടെ വിശദാംശങ്ങൾ നൽകിയത്.